ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ക്യാപ്റ്റനെ പറ്റിച്ച് ചിത്തിരയെ പാഠം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മല്ലികാമ്മയും ഹരിയും കാത്തു നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിരയെ ഡ്രൈവർ അവിടെ ഇറക്കി വിടുന്നു. അങ്ങനെ ഒരു ഗംഭീര പാഠം ഞാൻ കണ്ടുവച്ചിട്ടുണ്ടെന്നും നമുക്ക് അവിടെ പോയാവുന്നും അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു യഥാർത്ഥ പാഠം എന്നൊക്കെ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നു. ക്യാപ്റ്റൻ എങ്ങാനും അറിഞ്ഞാൽ നമ്മളെ വെച്ചേക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ ഒന്നും അറിയാൻ പോകുന്നില്ല, നമ്മുടെ നീക്കം രഹസ്യമല്ലേ എന്നൊക്കെ മല്ലികാമ്മ പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് പാടത്തിൻ്റെ സൈഡിൽ എത്തുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പാഠമെന്നും എത്ര മനോഹരമാണെന്നും ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അതെ അച്ഛമ്മ പറഞ്ഞത് ശരി തന്നെയാണ്, എന്തായാലും ഇങ്ങനൊരു അസൈൻമെൻറ്റ് കിട്ടിയത് നന്നായി, നല്ല ഭംഗിയുണ്ടല്ലേ എന്ന് പറയുമ്പോൾ മല്ലികാമ്മ പറയുന്നു, അല്ലെങ്കിലും പച്ചപ്പ് കാണാൻ നല്ല രസമല്ലേ എന്ന് പറയുന്നു. പിന്നീട് ഹരിക്കും അതുപോലെ ചിത്തിരയ്ക്കും കൂടെ പാടത്തിറങ്ങി കളിക്കണമെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പാടത്തിറങ്ങി അങ്ങ് ചെളിയിൽ അങ്ങ് കളിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കൃഷിയുടെ രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് മല്ലികാമ്മയോട് ചോദിക്കുന്നു. മല്ലികാമ്മ നിലമൊരുക്കുന്ന കാര്യങ്ങളും വിത്ത് വിതയ്ക്കുന്നതും കള പറിക്കുന്നതും കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം പറഞ്ഞു കൊടുക്കുക കേട്ടോ കുട്ടികൾക്ക് ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ ക്യാപ്റ്റൻ ചിത്തിരയെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നമുക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുക കേട്ടോ ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് മല്ലികാമ്മയെ കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരിത് എവിടെ പോയി കിടക്കുകയാണോ എന്ത്, ഓരോ ദിവസവും ഓരോ കാര്യം പറഞ്ഞാണ് അവർ മുങ്ങുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്നാണ് ഇങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ക്യാപ്റ്റൻ ആ രംഗം കാണുന്നത് കേട്ടോ. എന്തോ ഒരു കള്ളത്തരം എനിക്കിവിടെ മണക്കുന്നുണ്ടെന്നും അത് ചിത്തിരയല്ലേന്നും ചോദിച്ചുകൊണ്ട് കാറ് നിർത്തി ഇറങ്ങുന്നു കേട്ടോ. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ മല്ലികാമ്മയുണ്ട്, ചിത്തിരയുണ്ട്, അതുപോലെ തന്നെ വേറൊരു കുട്ടിയും കൂടെ നിൽക്കുന്ന കാണും. ഇവരിവിടെ എന്ത് ചെയ്യാണ്? അവൾ പാടം കാണാൻ വന്നിരിക്കുകയാണ്. ദേ ചെളിയിലിറങ്ങി കളിക്കുന്നത് കണ്ടോ ശങ്കു, ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു ഇവരെ ചിത്തുവിനെയും കൊണ്ട് സ്കൂളിൽ പോകാതെ മുങ്ങിയതായിരിക്കുമെന്ന്. എൻ്റെ തോന്നലുകളൊന്നും തെറ്റത്തില്ലെന്ന് ഇപ്പം ശങ്കുവിന് മനസ്സിലായില്ലേന്നും പറഞ്ഞുകൊണ്ട് ഉറഞ്ഞു തുള്ളി വരിക കേട്ടോ ചെയ്യുന്നത്. അവിടെ പാടത്തെ വെള്ളത്തിലൊക്കെ ഹരിയും ചിത്തിരയും കൂടെ കളിച്ച് അങ്ങനെ മതി മറന്ന് നടക്കുക കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മയാണെങ്കിൽ അവർ കളിക്കുന്നതും നോക്കി ആസ്വദിച്ച് അങ്ങനെ അങ്ങ് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതൊക്കെ കാണുന്ന ക്യാപ്റ്റൻ അങ്ങ് കലിയളവാണ് ചെയ്യുന്നത്. ഇന്നെന്തായാലും മല്ലികാമ്മയുടെ കാര്യത്തിൽ തീരുമാനമാവും. ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് ചോടി തുള്ളി അങ്ങോട്ടൊരു ഒറ്റ വരവ് വരിക കേട്ടോ ചെയ്യുന്നത് മല്ലികാമ്മയുടെ നേർക്ക്. മല്ലികാമ്മയാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ക്യാപ്റ്റൻ എത്തുമെന്ന്. കാരണം നീക്കം വളരെ രഹസ്യമായിരുന്നല്ലോ, പക്ഷേ അത് പരസ്യമായ സത്യമായി എന്ന് പറഞ്ഞാൽ മതി. തല്ലാനുള്ള ദേഷ്യത്തിൽ ഇപ്പം കൊല്ലുമെന്നും പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ ചീറിയെടുക്കുന്നു മല്ലികാമ്മയുടെ നേരെ. എന്നിട്ട് മല്ലികാമ്മ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. പിടിച്ചങ്ങ് വലിക്കുകയാണ്. മല്ലികാമ്മയാണെങ്കിൽ അലറി വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇനി അടിക്കാൻ വരുവാണെങ്കിൽ അടി കിട്ടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ബാഗ് കൊണ്ട് മുഖം മറക്കുകയും ചെയ്യുന്നുണ്ട്. ശങ്കർദാസ് പുറകെ ചെന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് അടങ്ങ് ക്യാപ്റ്റൻ, എന്താ ഈ രേണു കാണിക്കുന്നതെന്നൊക്കെ പറയാം കേട്ടോ ചെയ്യുന്നത്. മല്ലികാമ്മ സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാഗ് കൊണ്ട് മുഖമൊക്കെ മറച്ച് അവിടെ നിൽക്കുന്നുണ്ട് ക്യാപ്റ്റനിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. ക്യാപ്റ്റൻ അപ്പം പറയുന്നുണ്ട്, ഇപ്പം നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചോ, പക്ഷെ രണ്ടെണ്ണവും കൂടെ വീട്ടിലേക്ക് വരുമല്ലോ, ഞാൻ അപ്പം കാണിച്ചു തരാം. രണ്ടും കൂടെ കള്ളം പറഞ്ഞു പോയിരിക്കുക പാടത്ത് കളിക്കുന്നതിന് വേണ്ടി. ഇന്നത്തോടുകൂടി നിന്റെ ആയപ്പണി തെറിച്ചു എന്ന് കരുതിയാൽ മതിയടി തങ്കമ്മേ, കാണിച്ചു തരാം. എൻ്റെ കൊച്ചിന് എന്തെങ്കിലും അസുഖം വന്നാലുണ്ടല്ലോ നിന്റെ അന്ത്യമാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. എന്നെ പറ്റിച്ച നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ല എന്നും പറയുന്നു. ഇത് കണ്ടോന്ന ഹരിയും അതുപോലെ തന്നെ ചിത്തിരയും ഞെട്ടലോടുകൂടി നോക്കി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. കുഴപ്പമായല്ലോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ രണ്ടുപേരെയും പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നില്ല, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാനെന്നും പറഞ്ഞിട്ട് ക്യാപ്റ്റനും ശങ്കർദാസും പോകുക കേട്ടോ ചെയ്യുന്നത്. എല്ലാത്തിനുമുള്ള മറുപടി ഞാൻ അപ്പോൾ തരാമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും മല്ലികാമ്മയ്ക്ക് രക്ഷയില്ല എന്നുള്ളതിൽ ഒരു സംശയമില്ല. മിക്കവാറും മല്ലികാമ്മ അവിടെ നിന്ന് ഉടനെ തന്നെ അടിച്ചു പുറത്താവും. ജീവനോടെ തന്നെ മല്ലികാമ്മയ്ക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു തന്നെ. ഒന്നാമത്തെ ക്യാപ്റ്റന് ശകലം വട്ടുള്ള കൂട്ടത്തിൽ തന്നെ കേട്ടോ. അപ്പോൾ മല്ലികാമ്മയാണെങ്കിൽ മുഖം പോലും കൊടുക്കുന്നില്ല. അന്ന് ഈ ബോർഡ് മറച്ച് മുഖം വെച്ചതുപോലെ തന്നെ വെക്കുന്നു. പിന്നീട് ചിത്തിര മല്ലികാമ്മയോട് പറയുന്നത്, അച്ഛമ്മേ ഇത് കുഴപ്പമാവുമെന്നാണ് തോന്നുന്നത്, ഇനി അച്ഛമ്മയ്ക്ക് അവരൊരു ചാൻസ് തരുമെന്ന് തോന്നുന്നില്ല, 2-3 ചാൻസ് തന്നു കഴിഞ്ഞല്ലോ, അവർ സഹിയിട്ട് വല്ല കടുങ്ങുകയും ചെയ്യും, അച്ഛമ്മയെ പറഞ്ഞു വിടുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലികാമ്മ പറയുന്നുണ്ട്, എന്ത് വേണേലും വരട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും നമ്മളിങ്ങി പോകുന്നല്ലോ. എന്തായാലും ചിത്തിര കാരണം രണ്ടാമത് ഇപ്പോൾ മല്ലികാമ്മയ്ക്ക് നല്ല 8ൻ്റെ പണിയാട്ടോ കിട്ടുന്നത്. മിക്കവാറും ക്യാപ്റ്റൻ്റെ തനി സ്വരൂപം ഇന്ന് കാണുക തന്നെ ചെയ്യും കേട്ടോ. പിന്നീട് മല്ലികാമ്മയും ചിത്തിരയും കൂടെ തിരിച്ച് പേടിച്ച് വിറച്ച് വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിൽ ക്യാപ്റ്റൻ തോക്കുമായിട്ടാണ് നിൽക്കുന്നത് മല്ലികാമ്മയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. മിക്കവാറും ആ തോക്കെടുത്ത് പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് മല്ലികാമ്മ ആയതുകൊണ്ട് ക്യാപ്റ്റൻ്റെ പൊട്ടിയിലൊന്നും നടക്കത്തില്ല. ഒന്നെങ്കിൽ മല്ലികാമ്മയെ അടിച്ച് പുറത്താക്കും, ഇല്ലെങ്കിൽ ക്യാപ്റ്റനെ മല്ലികാമ്മ അടിച്ചൊതുക്കും. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും സംഭവിക്കും. എന്തായാലും അത് നമുക്ക്
എന്തായാലും നാളെ എപ്പിസോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. എന്തായാലും മല്ലികാമ്മ അലറി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു, ക്യാപ്റ്റൻ തോക്കു ചൂണ്ടി നിൽക്കുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.